തിരിച്ചറിവുണ്ടായാലുടൻ പൈതങ്ങളെ പള്ളിക്കൂടത്തിൽ അയക്കണം. ഇത് 150 വർഷം മുമ്പ് എഴുതിയ ഒരു പ്രമാണമാണ്. ഇതാർക്ക് വേണ്ടി എഴുതിയതാണ്? ഇത് ക്രൈസ്തവർക്ക് മാത്രം എഴുതിയതല്ല, ഇത് കേരളത്തിലെ പൊതുസമൂഹത്തിന് വേണ്ടി എഴുതിയ ഒരു പ്രമാണമാണ്. 2, പഠിക്കുന്നുണ്ടോ എന്ന് പഠിപ്പിക്കുന്നവരുടെ അടുത്ത് പോയി അന്വേഷിക്കണം. 3-മത്തേത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, കൂട്ടുകെട്ട് അന്വേഷിക്കണം. അവർ എങ്ങനെയുള്ള കൂട്ടുകൂടി നടക്കുന്നു എന്ന് അന്വേഷിക്കണം. എന്നെ പഠിപ്പിക്കുന്ന അധ്യാപകരാരാണെന്ന് എൻ്റെ മാതാപിതാക്കൾക്ക് അറിയത്തില്ല എന്നുള്ള മക്കളുടെ ഉറപ്പാണ് പഠനത്തിൽ ഉഴപ്പാനുള്ള 1-മത്തെ പ്രചോദനം. ശരിക്കും അന്ന് മാതാപിതാക്കൾ വന്നിരുന്ന കുട്ടികളൊക്കെ ഇന്ന് നല്ല നിലയിൽ നല്ല ഉന്നത സ്ഥാനങ്ങളിൽ എത്തിയിട്ടുണ്ടെന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടി ഞാൻ പറയുകയാണ്. ഉത്തരവാദിത്വ ബോധമുള്ള ഒരു മാതാപിതാക്കൾക്ക് നേരിട്ട് സ്കൂളിലേക്ക് ചെന്ന് കുഞ്ഞുങ്ങളെ പറ്റി അന്വേഷിക്കാനുള്ള ആ ഒരു മനസ്സിൻ്റെ തുറവി ഉണ്ടാവേണ്ടതല്ലേ? എന്തു പറയുന്നു അമ്മേ? അച്ഛൻ പറഞ്ഞ കാര്യം ശരിയാണ്. പിന്നെ സ്കൂളിൽ പോയി അന്വേഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ചില സ്കൂളുകളിൽ നിയമങ്ങൾ വെക്കുന്നുണ്ട്, എല്ലാ ദിവസവും സ്കൂളിൽ ചെല്ലരുത്, പിന്നെ അവർ പറയുന്ന ദിവസങ്ങളിൽ മാത്രമേ ചെല്ലാൻ പാടുള്ളൂ എന്നൊരു നിയമങ്ങൾ സ്കൂളുകാർ തന്നെ വെക്കുന്നുണ്ട്, പ്രൈവറ്റ് സ്കൂളുകളിലൊക്കെ. അപ്പം ആ കറക്റ്റ് ദിവസം ചിലപ്പോൾ പാരൻസിന് എത്താൻ പറ്റിയെന്ന് വരില്ല. ആഴ്ചയിൽ ഒരു ദിവസം അത് ഇന്ന ടൈമിൽ എത്തണം എന്ന നിയമങ്ങൾ വെക്കുന്നുണ്ട്. അല്ല, അതും ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള നിയമമായിട്ട് നമുക്കതിനെ കാണാൻ പറ്റുകയുള്ളൂ. കാരണം ഇപ്പോൾ ഒരു 1000 കുട്ടികളുള്ള ഒരു സ്കൂളിൽ ഇപ്പം മാതാപിതാക്കളെല്ലാം കൂടെ അടച്ച് എല്ലാ ദിവസവും കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ വിദ്യാഭ്യാസം നടക്കില്ല. ഇവിടെ പ്രധാന അധ്യാപിക എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? അങ്ങനെയുള്ള ഒരു നിയമം ഒരു സ്കൂളിൽ വരുമ്പോൾ എന്തിനാണ് അങ്ങനെയുള്ള ചിട്ടകൾ വയ്ക്കുന്നത്? എന്തിനായിരിക്കും? എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ UP സ്കൂളായിരുന്നു. ആദ്യകാലത്തൊക്കെ PTA വിളിച്ചാൽ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളെ വരലുള്ളൂ. കണ്ടോ, അതാണ്. പിന്നെ ഇതൊരു വളരെ വളരെ നല്ലൊരു നിരീക്ഷണമാണ്. കാരണം പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ മാത്രമാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പം 90% രക്ഷിതാക്കൾ വന്ന് അന്വേഷിക്കുന്നുണ്ട്. അവർക്ക് മെച്ചമുള്ളതാണ് ഉറപ്പാണ്. അതായത് നമ്മുടെ തന്നെ ഒരു ക്രൈസ്തവമായ ഒരു കാഴ്ചപ്പാടിൽ നമ്മുടെ കത്തോലിക്ക സഭയുടെ ഒരു ശൈലിയുടെ തുടർച്ചയാണ് ഇന്നിപ്പോൾ നമ്മുടെ തന്നെ ആളുകൾ മറ്റനവധി സ്കൂളുകളിൽ ഹെഡ് മാസ്റ്റർമാരായി ഹെഡ് മിസ്റ്റേഴ്സായിട്ടും ഒക്കെ സേവനം ചെയ്യുന്നത്. നമ്മുടെ കത്തോലിക്ക സഭ ചെറുപ്പം മുതൽ അവരെ പഠിപ്പിച്ച് ഈ ഒരു ദർശന വഴികൾ നടത്തിയത് കൊണ്ടാണ്. അതിൻ്റെ തുടക്കമാണ് ഈ പുണ്യപിതാവ് ചെയ്തെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിലുള്ള ഒരു അന്വേഷണത്തിൽ സ്വാഭാവികമായിട്ടും മാതാപിതാക്കൾക്ക് വളരെ താല്പര്യമുണ്ട്. കാരണം കുട്ടികൾ കുറവാണ്, 1-2 കുട്ടികളുള്ള സമയത്ത്. അപ്പോൾ അതിൽ പോലും പലപ്പോഴും വീഴ്ച വരുന്നുണ്ട്. ഇപ്പം നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ, നല്ല സ്വഭാവമുള്ള കുട്ടികൾ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ സ്കൂളിൽ നിന്നും പ്രശ്നങ്ങളൊക്കെ ഒരു തരത്തിൽ പറഞ്ഞ് സെറ്റിൽ ചെയ്യുന്ന ഒരു ശൈലിയാണോ, അതോ അത്തരത്തിലുള്ള സമയത്തും മാതാപിതാക്കൾ കുട്ടികളെ കറക്റ്റ് ചെയ്യാൻ ടീച്ചേഴ്സിനോടൊപ്പം നിൽക്കുന്ന ഒരു ശൈലിയാണോ എന്നുള്ളത്? ആരുടെ ഒപ്പം നിൽക്കും എന്നുള്ളതാണ്. ഒരു കുഞ്ഞിന് ഒരു കറക്ഷൻ ഒരു ടീച്ചർ തരുമ്പം ഈ പേരൻ്റ് ആരുടെ കൂടെ നിന്നാണ് ഈ ഒരു പരാതി കേൾക്കുന്നത്? കുട്ടിയുടെ കൂടെയാണോ അതോ ടീച്ചറിൻ്റെ സൈഡിൽ? ആധുനിക കാലത്ത് പേരൻറ്റിങ് എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, നമ്മൾ ശാസ്ത്രീയമായും മനഃശാസ്ത്രപരമായും വിദ്യാഭ്യാസ രംഗത്ത് കാഴ്ചപ്പാടുകൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് എല്ലാ വിദ്യാർത്ഥികൾക്കും എന്തെങ്കിലും കഴിവുണ്ട് എന്ന കൺസെപ്റ്റിലാണ് നമ്മൾ പൊതുവിദ്യാഭ്യാസ കണക്ക് കൂട്ടുന്നത്. അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ മുമ്പ് നമ്മൾ രക്ഷകർത്താ സമിതികളെല്ലാം വിളിച്ചു കൂട്ടുന്ന സമയത്ത് പലപ്പോഴും നേരത്തെ ടീച്ചർ സൂചിപ്പിച്ച പോലെ മികച്ച നല്ല പഠന നിലവാരം കാഴ്ചവെക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ വരികയും പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് സ്കൂളിൽ വരാൻ ഒരു വിമുഖതയും കാണിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായി അധ്യാപകരൊക്കെ തന്നെയാണെങ്കിലും കുട്ടികളിൽ എന്തെങ്കിലും കഴിവുണ്ടെന്ന് അംഗീകരിച്ചുകൊണ്ട് കുട്ടികളുടെ പോസിറ്റീവായ വശങ്ങൾ മാതാപിതാക്കളുടെ അടുത്ത് അവതരിപ്പിക്കുകയും അപ്പം പിന്നെ പൂർണ്ണമായും കുട്ടീനെ കുറ്റപ്പെടുത്താതെ കുട്ടിയുടെ നെഗറ്റീവായ വശങ്ങൾ എടുത്ത് ഉയർത്തി കാണിച്ചുകൊണ്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് പകരം കുട്ടിയുടെ പോസിറ്റീവായ കഴിവുകളെ കാണിച്ചുകൊണ്ട് കുട്ടിക്കുള്ള പോരായ്മകൾ കൂടി ഇങ്ങനെ കൂടി ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നാവുമായിരുന്നു. അങ്ങനെ ഈ ഒരു മേഖലയിൽ നിങ്ങൾ കുട്ടിയുടെ കൂടുതൽ ശ്രദ്ധ കാണിച്ചിരുന്നെങ്കിൽ ഒന്നുകൂടി മെച്ചപ്പെടുത്താമായിരുന്നു എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും രക്ഷിതാക്കളുടെ ഒരു മനോഭാവവും വളരെയേറെ മാറിയിട്ടുണ്ട്. പോസിറ്റീവായ ഒരു ചാവറയച്ചൻ പൊതുസമൂഹത്തിന് നൽകിയ നന്മകൾ ശരിക്കും നമ്മുടെ സാംസ്കാരിക കേരളം തന്നെ ഒരു പരിധിവരെ മറന്നു കിടക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് പൊതുസമൂഹത്തിൻ്റെ
പഴയകാല ചരിത്രങ്ങളും ചരിത്ര പുസ്തകങ്ങളും പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുക. കാരണം അച്ഛൻ ചെയ്ത വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത ഇത്രയും മഹനീയമായ കാര്യങ്ങൾ ഇത്രയും ഒന്നും പൊതുസമൂഹം അറിഞ്ഞാൽ പോരാ. കാരണം അതിലെല്ലാം ഉപരിയായിട്ടാണ് അച്ഛൻ ചെയ്തിരിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ. ഒത്തിരി വർഷത്തേക്ക് ദൂരക്കാഴ്ചയോട് കൂടിയാണ് അച്ഛന് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിരുന്നത്. അതുപോലെ നമുക്കറിയാം 3-4 ഘട്ടമായിട്ട് നമ്മൾ ഈ PTA മീറ്റിങ്ങോ അല്ലെ അധ്യാപക രക്ഷാകർതൃ ബന്ധത്തെ കാണുവാണെങ്കിൽ നമ്മുടെയൊക്കെ മാതാപിതാക്കൾ പഠിച്ചിരുന്ന കാലത്ത് സ്കൂളിൽ മാതാപിതാക്കൾ വരിക എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യം പോക്കാം. കാരണം നമുക്കറിയാം എന്തെങ്കിലും ശിക്ഷയ്ക്ക് വേണ്ടി വരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെയൊക്കെ കാലഘട്ടം എത്തിയപ്പോൾ മാതാപിതാക്കൾ വരിക എന്ന് പറയുന്നത് അത് പഠിക്കുന്ന പിള്ളേരുടെ കുറച്ച് മാതാപിതാക്കൾ വന്ന് വലിയ കാര്യങ്ങളൊക്കെ ചോദിച്ച് അധ്യാപകരുമായിട്ട് അവർക്കൊരു സൗഹൃദം, ബാക്കി താഴെയുള്ളവരുടെ കാര്യം വീണ്ടും. അതിനും ശേഷം ഇപ്പോൾ നമുക്കറിയാം ഒട്ടുമിക്ക മാതാപിതാക്കളും അതിൽ മാതാക്കൾ അത് എടുത്തു പറയേണ്ടതാണ്. PTA മീറ്റിംഗ് പിതാക്കൾ അധികമൊന്നും വരാറില്ല, വളരെ കുറവാണ്. പിന്നെ എൻ്റെ അധ്യാപകരാണ് ഈ ഇരിക്കുന്നത്. അപ്പം ഞാൻ ഓർക്കും എൻ്റെ മകളെയും പഠിപ്പിച്ചു. അപ്പം PTA മീറ്റിങ്ങിൽ മക്കളെ ആദ്യമായിട്ട് ചേർത്ത കാലം തുടങ്ങി അവർ +2 വരെ എത്തുന്നിടത്തോളം കാലം മദർ PTA പ്രസിഡൻ്റ് ആകാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വർഷങ്ങളോളം ഈ ഒരു കാര്യത്തിൽ അധ്യാപകരെ പോലെ തന്നെ അവരുടെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, ഇങ്ങനെയുള്ള നമ്മൾക്ക് അധ്യാപകരുമായിട്ട് വലിയൊരു അടുപ്പമുള്ളതുകൊണ്ട് ഒരിക്കൽ പോലും കുട്ടികൾ എന്തെങ്കിലും ഒരു മോശമായിട്ട് കാണിച്ചുവെന്ന് അധ്യാപകരുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഒരു കംപ്ലൈൻറ്റ് കേൾക്കാൻ ഇടവന്നിട്ടില്ല. കാരണം നമുക്ക് അവരുമായിട്ട് നല്ല ബന്ധമുണ്ട്. നമ്മളെന്തെങ്കിലും ചെയ്താൽ അപ്പോഴേ വീട്ടിലറിയും. അങ്ങനെ കുട്ടികൾക്കൊരു ബോധ്യം വരും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും അമ്മമാർക്കും അച്ഛന്മാർക്കും തോന്നേണ്ടത് നമ്മുടെ കുട്ടിയെ കൊണ്ടേ സ്കൂളിൽ ചേർത്ത് അങ്ങ് പോന്നാൽ പോരാ, തുടർച്ചയായി ഇനിയുള്ള കാലഘട്ടത്തിൽ പ്രത്യേകം അവരുടെ പിന്നാലെ കൂടണം. എങ്കിൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് നമ്മുടെ ഉത്തരവാദിത്വം തീരും സ്കൂളിൽ വിട്ട് അങ്ങനെ ഒരിക്കലും ചിന്തിക്കാതെ അവരെ പിന്തുടർന്നാൽ മാത്രമേ നമുക്ക് കുഞ്ഞുങ്ങളെ രക്ഷിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. മാതാപിതാക്കൾ മക്കളെ പിന്തുടരണമെന്നും മക്കളെ പിന്തുടർന്ന് വിദ്യാലയത്തിലെത്തണമെന്നും വിദ്യാലയത്തിൽ മക്കളുമായി സംസർഗം നടത്തുന്ന അധ്യാപകരുമായി കൂട്ടുകൂടണമെന്നുമുള്ള ഒരു നിഗമനത്തിലേക്ക് നമ്മുടെ ചർച്ച എത്തുകയാണ്. അങ്ങനെ എത്രമാത്രം മാതാപിതാക്കൾക്ക് അധ്യാപകരുമായി ഒരു ഹൃദയബന്ധം, സൗഹൃദ ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്നുണ്ടോ അത്രയും ഈ കുഞ്ഞുങ്ങൾ ഈ ഒരു സർക്കിളിൽ മാതാപിതാ, ഗുരു, ദൈവം, അപ്പോൾ ഇത് മൂന്നും കൂടെ കൂടുമ്പോഴേക്കും കുട്ടിക്ക് ദൈവത്തിൻ്റെ പ്രത്യക്ഷീകരണമായി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന അനുഭവത്തെ പറ്റി ടീച്ചറിന് എന്താണ്? കാരണം ടീച്ചറിൻ്റെ തന്നെ സ്റ്റുഡൻ്റാണ്, ഈ സ്റ്റുഡൻറ്റിൻ്റെ കുഞ്ഞിൻ്റെയും ടീച്ചറാണ്. അപ്പം ഈ ഒരു തലമുറകളുടെ സംഗമത്തിൽ ടീച്ചറിന് എന്ത് തോന്നുന്നു? ടീച്ചർ മുത്തശ്ശി, അതെ, ടീച്ചർ മുത്തശ്ശിക്ക് മുത്തശ്ശി ടീച്ചറിന് എന്താണ് പറയുന്നത്? എനിക്ക് പറയാനുള്ളത് 1976 പുല്ലൂരാമ്പാറ സ്കൂൾ സ്ഥാപിതമാകുന്നത്. അതിലെ ഒരു കുട്ടി റിസൾട്ട് സ്കൂൾ തുടങ്ങുമ്പോൾ റിസൾട്ട് മുമ്പിൽ പന്തിയിൽ വരണമെന്നാണല്ലോ. അന്നേരം ഈ കൊച്ചിനെ എഴുതിയാൽ നമ്മൾ 100% പോകും, ഉറപ്പാണ്. അപ്പോൾ ഹെഡ് മാസ്റ്റർ ഇവനെ പറഞ്ഞു വിട്ടു. സ്പോർട്സിനൊക്കെ നല്ല മിടുക്കനുമാണ്. അപ്പം ഒരു ക്ലാസ്സിൽ നിന്ന് ഞാൻ കണ്ടു, സ്പോർട്സിനൊക്കെ പോകുമ്പോൾ ഈ കൊച്ചിനോട് ഒത്തിരി പ്രോത്സാഹനം കൊടുക്കുമ്പോൾ നമ്മൾ നല്ല സ്നേഹമുണ്ട്. അപ്പോൾ ഇവൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പോകുന്നത് ഞാൻ 10th ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കണ്ടു. ഇവർക്ക് ഒരു വർക്ക് കൊടുത്തു വെച്ചാൽ ഞാൻ പുറകെ ചെന്ന് കാണിക്കുന്നത് തെറ്റാണ്, ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോകരുത്. പക്ഷെ ഞാൻ പോയി, ഇവൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പോകുന്നത് കണ്ടുകൊണ്ട് ഇവൻ്റെ പുറകെ പോയി. അന്നേരം പറഞ്ഞു, എന്നാ നീ കരയുന്നത് എന്നാടാ? ടീച്ചറെ എന്നെ പരീക്ഷയ്ക്ക് ഇരുത്തുന്നില്ല. അപ്പം ഞാൻ ഈ പിള്ളേർക്ക് വർക്ക് കൊടുത്തു വെച്ച് ഇവനെയും വിളിച്ചുകൊണ്ട് നേരെ ഹെഡ് മാസ്റ്ററുടെ അടുക്ക ചെന്നു. ഞാൻ സാറിനോട് പറഞ്ഞു, ഇവനെ പുറത്ത് നിർത്തി, ഓഫീസിൻ്റെ പുറത്ത് നിർത്തിയ സാറിനോട് പറഞ്ഞു, സാറേ നമുക്ക് അവന് ഒരു ചാൻസ് കൊടുക്കാം. എന്നോട് ചോദിച്ചു, കണക്കിന് ജയിപ്പിക്കുന്ന കാര്യം ടീച്ചർ ഏറ്റെടുത്തോ എന്ന് ചോദിച്ചു. പറഞ്ഞു കണക്കും ഇംഗ്ലീഷും, പുള്ളിക്കാരൻ ഇംഗ്ലീഷാണ് പഠിപ്പിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരേ സ്കൂളിലായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷും കണക്കും ഞങ്ങൾ ഏറ്റെടുത്തു. ബാക്കി വിഷയങ്ങളുടെ കാര്യം സാറൊന്ന് നോക്കിയാൽ മതി. എന്തോ ദൈവാനുഗ്രഹത്താൽ ആ കൊച്ചിനെ പരീക്ഷയ്ക്ക് ഇരുത്തി, അവൻ ജയിച്ചു. ഞാൻ പറഞ്ഞില്ല, അവനിപ്പോൾ നല്ല നിലയിലാണ്, അവനൊരു കോൺട്രാക്ടറാണ്, ജീവിതത്തിൽ വളരെമായിട്ട് വിജയിച്ചപ്പോൾ നമ്മൾ പിന്തുടരുന്നതുകൊണ്ടുണ്ടായ നേട്ടമാണെന്നാണ് ഞാൻ പറയുന്നത്. അല്ല, തീർച്ചയായിട്ടും ഇത് ഇപ്പോൾ ഈ പറഞ്ഞ ടീച്ചർ മുത്തശ്ശി ടീച്ചറിൻ്റെ കണ്ണ് നിറയുകയാണ്. ആ വിദ്യാർത്ഥിയുടെ പേര് ടീച്ചർ പറഞ്ഞിരുന്നു. ആ കുട്ടി ഇപ്പോൾ PTA പ്രസിഡന്റാണ്, അവിടുത്തെ വൈസ് പ്രസിഡന്റ്. ആ കുട്ടി PTA വൈസ് പ്രസിഡന്റും കൂടിയായി മാറി എന്ന് പറയുമ്പോൾ
മാതാപിതാക്കൾ പിന്തുടരുന്ന കുട്ടികൾ, ഒപ്പം അധ്യാപകർ പിന്തുടരുന്ന കുട്ടികൾ. എന്ന് പറഞ്ഞാൽ അധ്യാപകർ മാതാപിതാക്കളായി മാറുന്നു എന്നാണ് അതിൻ്റെ സൂചന. അതാണ് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥിയുടെ മാതാപിതാക്കളായി ഈ 2 അധ്യാപകർ മാറി എന്നുള്ളതിൻ്റെ തെളിവിൽ അതിൻ്റെ ഒരു നന്മയായിട്ട് ഇപ്പോൾ ആ കുട്ടി അവിടുത്തെ ആ സമൂഹത്തിലെ ഉയർന്ന നിലയിൽ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. അപ്പോൾ ഇതൊരു ഉദാഹരണമാണ്. നമുക്ക് ഈ ഒരു ഉദാഹരണത്തിൽ നിന്ന് ഇപ്പം അധ്യാപകരും മാതാപിതാക്കളും തമ്മിൽ എത്രമാത്രം ഹൃദയ അടുപ്പമുണ്ടോ അത്രയും നല്ല ഒരു വിദ്യാഭ്യാസ പ്രക്രിയ, അത്രയും നല്ലൊരു അധ്യയനം നമ്മുടെ മക്കളുടെ മനസ്സിലും ഹൃദയത്തിലും നടക്കുന്നു എന്നുള്ളൊരു ആശയത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. ഒപ്പം ചാവറ പിതാവ് ഇതേ ഉപദേശത്തിൻ്റെ തുടർച്ചയായിട്ട് പറയുന്നുണ്ട്, അധ്യാപകരുമായിട്ടുള്ള മാതാപിതാക്കളുടെ സംസർഗത്തോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ അറിയണം, ചെയ്യണം. അത് മറ്റൊന്നുമല്ല, നിങ്ങളുടെ മക്കളുടെ കൂട്ടുകാരാരാണ് എന്നറിയണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ മക്കളുടെ കൂട്ടുകാരാരാണ് എന്ന് മാതാപിതാക്കൾ അറിയുന്നത് കൊണ്ടുണ്ടാകുന്ന മെച്ചം എന്താണ്? സാറിന് എന്താണ് പറയാനുള്ളത്? ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാലമാണ് ഓർക്കുന്നത്. ഒരു ദിവസം ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു കുട്ടി നന്നായിട്ട് ഉഴപ്പ് ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, അടുത്തിരുന്ന് കൂടി ഇവൻ ഞങ്ങളുടെ നേതാവാണെന്ന്. അപ്പോൾ എനിക്ക് അന്നൊരു ദുശീലം ഉണ്ടെന്ന് വെച്ചാൽ കുട്ടികൾ അനുസരണക്കേട് കാണിച്ചാൽ ശിക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ഒരടി കൊടുത്തു. ദുശീലമായിട്ട് അല്ല, ഒരടി കൊടുത്തു. അടി കൊടുത്തപ്പോൾ ഉടനെ ഇവൻ കണ്ണുരുട്ട് നേരെ നോക്കി. ഞങ്ങളുടെ നേതാവാണെന്ന് മറ്റൊരു പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം കൂടെ കൊടുത്തു. നേതാവാണെങ്കിൽ ഒന്നുകൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു, ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അവൻ്റെ അപ്പനെ എനിക്കറിയാം, പക്ഷേ പുള്ളി ശ്രദ്ധിക്കാറില്ല മക്കളെ എന്നുള്ളതും അറിയാവുന്നതുകൊണ്ട് പിന്നെ അവനെ ക്ലാസ് കഴിഞ്ഞപ്പം അവനെ ഞാൻ വിളിച്ചുകൊണ്ട് പോയി. അവനോട് പറഞ്ഞു, എടാ നീ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. അവനെ വിളിച്ചുകൊണ്ട് പറഞ്ഞ ഉപദേശമൊക്കെ കൊടുത്തു കഴിഞ്ഞ് പിന്നെ അവനൊരു മാറ്റം വന്നു. അവൻ ഇടയ്ക്ക് വരും, വർത്തമാനം പറയും. അങ്ങനെ ഒരു മാറ്റം വന്ന് അവൻ പിന്നെ 10ാം ക്ലാസ്സൊക്കെ പാസ്സായി, നല്ല നിലയിൽ പാസ്സായി. മിഷൻ ലീഗിൻ്റെ നമ്മുടെ രൂപത പ്രസിഡന്റ് വരെയായി. ആ രീതിയിൽ അത്രയും ഉയരാൻ സാധിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അവൻ നല്ല നിലയിൽ നടത്തി, സ്കൂളൊക്കെ സ്വന്തമായിട്ട് നടത്തുന്ന ഒരു നിലയിലേക്ക് എത്തി. അങ്ങനൊരു മാറ്റം ഉണ്ടായി എന്നുള്ളതാണ്. അപ്പം നമ്മൾ ആ കുട്ടികളെ ശ്രദ്ധിക്കുക. കാരണം ഒന്നുകിൽ രക്ഷിതാവ് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ശ്രദ്ധിക്കണം. തമ്മിലൊരു കോണ്ടാക്ട്. ടീച്ചേഴ്സ് രക്ഷിതാക്കളായി മാറുന്ന ചില അവസരങ്ങൾ വരുമ്പോൾ അതൊരു അധ്യാപനത്തിൻ്റെ ഏറ്റവും ശുദ്ധമായ വിശുദ്ധമായ ഒരു തലത്തിലേക്ക് അധ്യാപക എത്തി എന്നാണ് എൻ്റെ അർത്ഥം. പറഞ്ഞാൽ മക്കളായിട്ട് കാണുന്നു എല്ലാവരെയും, അല്ലേ? അല്ലേ? ഇവിടെ ചേട്ടൻ എന്താണ് ടീച്ചറിന്റെ അഭിപ്രായം കേൾക്കണം. മക്കളെ നമ്മൾ സ്കൂളിലേക്ക് അയച്ചു കഴിഞ്ഞാൽ പലപ്പോഴും കാണുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ, അധ്യാപകർ ഇപ്പോൾ അവരെക്കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ ചില മാതാപിതാക്കൾ അത് പോസിറ്റീവായിട്ട് എടുക്കും. പല മാതാപിതാക്കളും മക്കളുടെ ഭാഗം ചേർന്ന് നിന്നിട്ട് അതിനെ ന്യായീകരിക്കുന്ന ഒരു പ്രവണത കൂടെയുണ്ട്. നമ്മൾ മക്കളെക്കുറിച്ച് ഒരിക്കലും ഒരു അധ്യാപകന് മോശമായിട്ട് പറയുന്നത് അവരെ നന്നാക്കാൻ വേണ്ടിയാണെന്നുള്ളൊരു ചിന്ത എല്ലായ്പ്പോഴും മാതാപിതാക്കൾ ചിന്തിക്കുന്നത് ഞങ്ങളുടെ മക്കളാണ് ശരി എന്നുള്ളതാണ്. അതായത് നമ്മളെന്തോ വിരോധം കൊണ്ട് പറയുന്നു, അതുകൊണ്ട് കുഞ്ഞിനെ അങ്ങനെ. ഇപ്പോഴത്തെ ഒരു മാതാപിതാക്കളുടെ മാറ്റം ഞാൻ പറഞ്ഞത്, കാരണം 1-2 കുഞ്ഞുങ്ങളേ ഉള്ളൂ. ആ കുഞ്ഞുങ്ങൾ വീട്ടിൽ വന്ന് പറയുന്നത് ശരിയാണ് എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് ഈ അധ്യാപകർ പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അത് എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. ചെറിയ കുട്ടികളായാലും വലിയ കുട്ടികൾ, അവർ ചെന്ന് വീഴുന്ന ബന്ധങ്ങളെക്കുറിച്ചായാലും എന്ത് നമ്മൾ പറഞ്ഞാലും കുഞ്ഞുങ്ങൾ പറയുന്നത് എന്താണോ അത് വിശ്വസിക്കുന്ന ഒരു മാതാപിതാക്കളെയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അത് ശരിയുമാണ്. കാരണം എന്നത്തെയും വിദ്യാഭ്യാസത്തിൻ്റെ ആകത്തുക എന്ന് നമ്മളുടെ ഭാരതീയ പൈതൃകം പറയുന്ന ഒരു പദമുണ്ട്, ഒരു 3 അക്ഷരമുള്ള പദം, ഗുരുത്വം എന്ന പദം. ഈ ഗുരുത്വം എന്ന് പറയുന്നത് മാടക്കടയിലോ സ്കൂളിൻ്റെ സ്റ്റോറിലോ മേടിക്കാൻ കിട്ടില്ല എന്നുള്ളത് ഇന്നത്തെ തലമുറയ്ക്ക് അത്ര ശ്രദ്ധയുള്ളൊരു കാര്യമല്ല. പക്ഷേ ഈ ഗുരുത്വം എങ്ങനെ കിട്ടുന്നു എന്ന് മാതാപിതാക്കൾ കൂടി അറിയേണ്ടത് ആവശ്യമാണ്. കാരണം ഇന്ന് നമുക്കറിയാം, ഇപ്പം മുൻകാലങ്ങളിൽ ഇപ്പോൾ സാറ് കുട്ടിയെ ശിക്ഷിച്ചു എന്ന് പറയുന്നു. ശിക്ഷിക്കുന്നു എന്ന് പറയുന്ന സാറ് തന്നെ കുഞ്ഞിനെ കൊണ്ടുപോയി എന്തിനാണ് ഞാൻ നിന്നെ തല്ലിയത് എന്ന് അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ഒരു പരിശ്രമം സാറ് നടത്തി. അതുകൊണ്ട് ആ കുഞ്ഞ് ആ ശിക്ഷയെ പോസിറ്റീവായിട്ട് സ്വീകരിച്ച് മിടുക്കനായി വളർന്നു എന്ന് പറഞ്ഞു. ഇന്നത്തെ കാലത്ത് വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് ശിശുക്കൾ എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് പൊതുസമൂഹവും നിയമ പരിരക്ഷ നൽകുന്നവരും കാണുന്നത്. അതുകൊണ്ട് വിദ്യാർത്ഥികളെ ഇന്ന് ശിക്ഷിക്കുന്നു എന്ന് അധ്യാപകൻ ശിക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ വിദ്യാർത്ഥി അതിനെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതിനാണ് നിയമപരമായ പരിരക്ഷ ലഭിക്കുക. ഒപ്പം അതിനാണ് മാതാപിതാക്കൾ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ മകന് പഠിക്കാനായിട്ട് കഴിവില്ല, അല്ലെങ്കിൽ എൻ്റെ മകന് മാർക്ക് കുറഞ്ഞു എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ
എന്തുകൊണ്ട് മാർക്ക് കുറഞ്ഞു എന്നുള്ള ചോദ്യം ചെന്ന് നിൽക്കുന്നത് അധ്യാപകന് പഠിപ്പിക്കാൻ കഴിവില്ല എന്നുള്ള ഒരു ഒറ്റ കാരണത്തിലാണ്. അതിൻ്റെ പേരിൽ PTA റെപ്രസെൻറ്റേറ്റീവും പഞ്ചായത്ത് പ്രസിഡൻറ്റും ശിശുക്ഷേമ സമിതിയുടെ നിയമപാലകരും എല്ലാം കൂടി ഈ അധ്യാപകനെ കുരിശ കയറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്ന് കാലം മാറുകയാണ്. അതുകൊണ്ട് തന്നെ അധ്യാപനമെന്ന് പറയുന്നത് പഴയ പോലെയുള്ള ഒരു കുലീനമായ ഒരു ശുശ്രൂഷ സംവിധാനമാണ് എന്ന് അനുഭവിക്കുന്ന അധ്യാപകരും അനുഭവിക്കാൻ അവസരമുള്ള അധ്യാപകരും ഇന്ന് കുറവാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇന്ന് നമ്മുടെ മക്കൾക്ക് നഷ്ടപ്പെടുന്നത് ഈ അധ്യാപകൻ്റെ ഹൃദയത്തിൽ നിന്ന് ഈ കുഞ്ഞിലേക്ക് പകരുന്ന ഈ ഒരു കൃപാവരമാണ്. അതിന് ജാതിമത പരിഗണനകളില്ലാതെ, ഇപ്പോൾ ടീച്ചർ പറഞ്ഞ കുഞ്ഞ് ക്രൈസ്തവ മതധാരയിലുള്ള ഒരു കുഞ്ഞിൻ്റെ കാര്യമല്ല ഇപ്പോൾ പറഞ്ഞത്. പക്ഷേ ആ കുഞ്ഞിനും ഈ ഗുരുത്വത്തിൻ്റെ കൃപ ഇപ്പോഴും കണ്ണ് നിറഞ്ഞൊഴുകുകയാണ് ഈ കൃപ. അതാണ് ശരിക്കുള്ള ഒരു ഗുരു. ആ ഒരു ആദരവ് ഈ കുഞ്ഞുങ്ങളിലേക്ക് വർഷിക്കുവാനായിട്ട് മാതാപിതാക്കൾ അധ്യാപകരെ ആദരിക്കണം എന്നാണ് മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ടത്. വീടുകളിൽ ഇന്ന് പലപ്പോഴും നടക്കുന്നത് പരീക്ഷാ പേപ്പർ കാണുമ്പോഴോ പ്രോഗ്രസ് കാർഡ് കാണുമ്പോഴോ അല്ലെങ്കിൽ ക്ലാസ് നോട്ട് ബുക്ക് കാണുമ്പോഴോ കറക്ഷൻ കൊടുത്ത അധ്യാപിക ഏതാണ് എന്ന് നോക്കി ആ അധ്യാപികയെ വീട്ടിലിരുന്ന് പിള്ളേരുടെ അടുത്തിരുന്ന് വിളിച്ചിട്ട് മാതാപിതാക്കൾ ഫയർ ചെയ്യുകയാണ്. ഞങ്ങളുടെ സ്കൂൾ എക്സ്പീരിയൻസിൽ ഇതുപോലെയുള്ള അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. എന്നോടൊരു പേരൻ്റ് വിളിച്ചു പറഞ്ഞത് ആ കുതിരവാലിയെ തിങ്കളാഴ്ച അങ്ങ് മാറ്റിക്കോണം എന്നാണ്. കുട്ടികൾ വിളിക്കുന്ന 3ാം ക്ലാസ്സിലെ കൊച്ച് വിളിക്കുന്ന പിന്നെ കളിപ്പേരാണ്, ടീച്ചറിനെ വിളിക്കുന്ന കളിപ്പേര് ഈ പിതാവ് കൊച്ചിനെ മടിയിലിരുത്തിക്കൊണ്ട് സ്കൂളിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ എന്നെ വിളിച്ച് പറയുകയാണ്. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു ടീച്ചർ ഞങ്ങൾക്കില്ലല്ലോ, ഇന്ന ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ടീച്ചറിൻ്റെ കാര്യമാണ് പറഞ്ഞത്, എൻ്റെ കൊച്ചിന് ഇഷ്ടമില്ല, അതുകൊണ്ട് അവളെ അങ്ങ് മാറ്റിക്കണം. അപ്പം അവൾ, കുതിരവാലി തുടങ്ങിയ പദപ്രയോഗങ്ങൾ ഒരു 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ അധ്യാപികയെ പറ്റി പിതാവ് ഈ കൊച്ചിൻ്റെ കേൾക്കൽ വിളിച്ചു പറയുമ്പം സത്യത്തിൽ ഈ കൊച്ചിന് ഈ ടീച്ചറിന് ഈ കൊച്ചിനെ നഷ്ടപ്പെടുന്നില്ല, ഈ ഗുരുവിന് ഈ കൊച്ചിനെ നഷ്ടപ്പെടുന്നില്ല. ഇവിടെ നഷ്ടപ്പെടുന്നത് ഈ കുഞ്ഞിന് ഈ ഗുരുവിനെയാണ് നഷ്ടപ്പെടുന്നത്. ആ നഷ്ടത്തിൻ്റെ ഉത്തരവാദി ഈ പേരൻ്റ് തന്നെയാണ്, ഈ പിതാവ് തന്നെയാണ്, അല്ലാതെ പിന്നെ ടീച്ചറല്ല. അതുകൊണ്ട് മാതാപിതാക്കൾ ശ്രദ്ധിക്കാനുള്ളത് മക്കളുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ഒരിക്കലും അധ്യാപകരെ വിചാരണ ചെയ്യരുത് എന്നുള്ളൊരു കാര്യം റോഹിച്ചൻ പറഞ്ഞത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നമ്മളുടെ ഈ ടീച്ചർ പറഞ്ഞല്ലോ, അതായത് കുഞ്ഞുങ്ങളുടെ മുമ്പിലിരുന്നു കൊണ്ട് അധ്യാപകരെ ഇപ്പോൾ റോഹിച്ചൻ പറഞ്ഞാൽ ഫോൺ വിളിച്ച് ശല്യം ചെയ്യുക, പ്രധാന അധ്യാപകരോട് മാനേജർമാരോട് വളരെ മോശമായ അധ്യാപകരെ കുറിച്ച് സംസാരിക്കുക. അപ്പോൾ ഇപ്പോൾ അധ്യാപകരോട് എന്തും പറയാം എന്നൊരു ഫീലിലേക്ക് കാര്യങ്ങൾ അങ്ങ് വളർന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന രീതിയിലുള്ളൊരു ഗുരുത്വം, അതും ഒരു വിശുദ്ധമായ ഒരു ദർശനമായിട്ട് കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ മൂന്നാറിൽ ഞങ്ങളുടെ തന്നെ കർമ്മലഗിരി CMI പബ്ലിക് സ്കൂൾ എന്ന് പറഞ്ഞ മൂന്നാറിൽ മാട്ടുപ്പെട്ടിയെടുത്ത് ഒരു നല്ല സ്കൂളുണ്ട്. ഇപ്പോൾ അത് വളരെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ ഒരു അവസരത്തിലാണ് 90കളിൽ ആണ് ഞാൻ 2000-ലൊക്കെ അടുത്താണ് ഞാനവിടെ ശുശ്രൂഷ ചെയ്തത്. ആ സമയത്ത് തമിഴ് കുട്ടികളാണ് കൂടുതലുമുള്ളത്. അപ്പോൾ ഒരു ദിവസം 2 കുഞ്ഞുങ്ങളുടെ പാരൻസ് അവർ 2 കുട്ടികളെയും കൂടെ കൂട്ടി ഈ ടീച്ചർ കറക്റ്റ് ചെയ്യാനുള്ള നോട്ട് ബുക്കുമായിട്ട് ഓഫീസിലേക്ക് കയറി വരികയാണ്. അപ്പോൾ പ്രിൻസിപ്പൽ അച്ഛനെ അവിടെ ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് ഇവർ വന്നു, ഫാദർ ഇവിടെ നോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിയപ്പോൾ എന്താണ് ടീച്ചർ എന്ന് തന്നെ എഴുതിയേക്കുന്ന ഡിക്റ്റേഷൻ ഇട്ടേക്കുന്നതാണ്. അതിൻ്റെ ഒരു അക്ഷരം മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ആ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. അപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ഇത് എന്താണ്? ഞാൻ പറഞ്ഞത് സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്, ഇതിൻ്റെ ഇടയിൽ ടീച്ചർ ഒപ്പിട്ടിട്ടുണ്ടല്ലോ. ഇങ്ങനെയൊന്നുമല്ല പറയുന്നത്, വളരെ വളരെ റൂഡായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഒപ്പിട്ട് ഞാൻ പറഞ്ഞു ഒപ്പിട്ടിട്ടുണ്ട്, അപ്പോൾ ഇത് ശരിയാണോ? അപ്പോൾ അവൻ ഇത് ശരിയല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പൈസ തന്ന പൈസ ഇങ്ങോട്ട് തിരിച്ചു തന്നേക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കൊള്ളാം, നല്ല കാര്യമാണ്, പൈസ തിരിച്ചു തന്നേക്കാൻ പിള്ളേരെ കൊണ്ട് പോകുമല്ലേ? അല്ല, കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു പിന്നെ പൈസ തിരിച്ചു തരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരുടെ സങ്കല്പം എന്താണ്? ഒരു ചെറിയ തെറ്റ് പോലും വരാൻ പാടില്ല. അപ്പോൾ ടീച്ചറിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് മാറ്റണം, ഇത് അവരുടെ ആവശ്യമാണ്. ഡിവിഷൻ മാറ്റിയേക്കാൻ പറയും. അല്ലെങ്കിൽ കുട്ടിയെ ഡിവിഷൻ മാറ്റിയേക്കുക. ഞങ്ങളുടെ കുട്ടി ഒന്നെങ്കിൽ ഡിവിഷൻ മാറ്റുക അല്ലെങ്കിൽ ടീച്ചറിനെ മാറ്റുക. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ഈ കുട്ടികൾ എൻ്റെ മുമ്പിൽ നിൽക്കുന്നില്ല, ഇരിക്കുന്നുമില്ല, ഇവരിങ്ങനെ വട്ടം ഓഫീസിൽ കൂടെ ഓടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അവരെ ഒന്ന് പിടിച്ചിരുത്ത്. പറഞ്ഞു, ഇല്ല ഫാദർ, അവർ ഇരിക്കക്കൂടാതെ, റൊമ്പ കെട്ടിക്കാരൻസ്. അപ്പോൾ ഇങ്ങനെ നല്ല മിടുക്കന്മാരാണ്, അതുകൊണ്ട് ഇരിക്കില്ല. ശരി ഇരിക്കില്ല. അപ്പോൾ വീട്ടിലെങ്ങനെയാണ്? അയ്യോ വീട്ടിലെ കാര്യം ഒന്നും ചൊല്ലക്കൂടാതെ, വീട്ടിലൊന്നും പറയാൻ പാടില്ല. എന്നാൽ വീട്ടിലെ കാര്യം എന്താണ് പറയാൻ പാടില്ലാത്തത്? ഇരിക്കില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? അനുസരിക്കില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ട്? 2 പേര്. നിങ്ങൾക്ക് വീട്ടിൽ ഈ 2 പേരെ
മര്യാദയ്ക്ക് അനുസരിപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പം ഏതാണ്ട് 40 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ ഈ ടീച്ചറിന് എനിക്കറിയാം 3 കുട്ടികളുണ്ട്. 3 കുട്ടികളിൽ 2 പേര് ആ സ്കൂളിൽ പഠിക്കുക. ആ സമയത്ത് ഒരു കുഞ്ഞ് കൈക്കുഞ്ഞാണ്. ആ സമയത്ത് ഈ ടീച്ചറിന് ഈ 2 കുട്ടികളുടെ കാര്യം നോക്കണം, 40 കുട്ടികളുടെ നോട്ട്ബുക്ക് കറക്റ്റ് ചെയ്യണം. ആഴ്ചയിൽ ഒരിക്കൽ വൈസ് പ്രിൻസിപ്പൽ എന്ന നിലയിൽ ഞാനത് നോക്കും. അപ്പോൾ നോക്കുമ്പോൾ ഇതെല്ലാം ടീച്ചർ നോക്കേണ്ടതാണ്. ടീച്ചറിന് ഇതെല്ലാം കൃത്യമായിട്ട് ഈ നോട്ടങ്ങൾക്കിടയിൽ ഒരു ടീച്ചറിന് ഒരു തെറ്റ് പറ്റാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ തെറ്റെന്ന് പറയുന്നത്, അപ്പം ഞാൻ പറഞ്ഞു, ഈ പാരൻസിനോട് ഞാൻ പറഞ്ഞു, ടീച്ചറിന് പറ്റിയ തെറ്റ് ഈ സ്കൂളിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളെന്ന നിലയിൽ ഞാൻ ഏറ്റെടുക്കുന്നു. നിങ്ങൾക്ക് ആ തെറ്റ് കറക്റ്റ് ചെയ്യാൻ പറ്റിയോ, തിരുത്താൻ പറ്റി ഇല്ലേ? 2 കുട്ടികളെ മര്യാദയ്ക്ക് നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ തന്നെ പറയുന്നു. അങ്ങനെയുള്ള നിങ്ങൾക്ക് എങ്ങനെ ഒരു 40 കുട്ടികൾ, അതുകൂടാതെ 2 കുട്ടികളെ വീട്ടിൽ നോക്കേണ്ട ഒരു ടീച്ചറിനെ എങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റും? ടീച്ചർ മനുഷ്യരാണ് ഇല്ലേ? എന്താണ് നമ്മളിങ്ങനെ നോട്ടിൽ പല തെറ്റുകളും കാണുമ്പം നമ്മൾ മക്കൾക്ക് അതിനകത്ത് ശരിയായ കാര്യങ്ങൾ തിരുത്തി പറഞ്ഞു കൊടുക്കാൻ തയ്യാറായി ഈ ഒരു കാര്യം മനസ്സിലാക്കി ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ കുട്ടികൾ പറയുന്നത് ടീച്ചർ അങ്ങനെയല്ല പറഞ്ഞത് എന്നാണ് പറയുന്നത്. ശരിയുള്ള കാര്യം പലതവണ നമ്മൾ പഠിച്ച് നമുക്ക് അതിനെപ്പറ്റി 100% ബോധ്യമുള്ളത് കൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പം ടീച്ചർ അങ്ങനെ പറഞ്ഞിട്ടില്ല, ടീച്ചർ അങ്ങനെയല്ല എന്ന് പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് അവരത് അനുസരിക്കാൻ തയ്യാറാവുന്നില്ല. നമ്മൾ ജോലി ചെയ്യുന്ന ടീച്ചർ പറയുന്നതാണ് കറക്റ്റ്. അത് വളരെ ശരിയാണ്. ടീച്ചർ പറയുന്നതാണ് അവർക്ക് ശരി. എൻ്റെ ഞങ്ങൾ വീട്ടിൽ ചെന്ന ഒരു സമയത്ത് അനിയൻ്റെ കുട്ടി, അവൻ കുഞ്ഞു ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പം ഈ റെയിൻ റെയിൻ ഗോ എവേ എന്ന പാട്ട് പാടുകയാണ്. അപ്പോൾ ആ പാടുന്നത് മുഴുവൻ അവ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അതിൻ്റെ വാക്കുകൾ എൻ്റെ മോൻ അറിയാമോ എന്ന് ചോദിച്ചു. അവന് വാക്കുകൾ അവൻ അറിയേണ്ട കാര്യമില്ല, അവൻ ആ ഒരു ഈണത്തിൻ്റെ താളത്തിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ വാക്കുകൾ ഇതാണ് എന്ന് പറഞ്ഞു. അവൻ സമ്മതിക്കില്ല. അവൻ പറഞ്ഞത് അങ്ങനെയല്ല, ടീച്ചർ പഠിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, അതുകൊണ്ട് ഇങ്ങനെ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ എന്നാണ് കുഞ്ഞുങ്ങളുടെ ഭാഷ. നല്ല, അതായത് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ എപ്പോഴും അധ്യാപകർ പറയുന്ന വാക്ക് അതുപോലെ ഫോട്ടോസ്റ്റാറ്റ് പോലെ അങ്ങോട്ട് പ്രിൻ്റഡ് ആവുകയാണ്. അതായത് മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാതാപിതാക്കളെക്കാൾ ദൈവതുല്യരായി കുഞ്ഞുങ്ങൾ കരുതുന്ന അധ്യാപകരെ പറ്റി മാതാപിതാക്കൾ ഈ മക്കളോട് പറയുമ്പോൾ ശ്രദ്ധിക്കണം.